എല്ലാവർക്കും റമദാൻ കരീം. നോമ്പ് തീരാറായി, എന്നാലും ഇരിക്കട്ടെ. നാട്ടിൽ പല സ്ഥലങ്ങളിലും നോമ്പ് തുറയ്ക്ക് പ്രധാന ഭക്ഷണം പത്തിരിയാണ്, അരിപ്പത്തിരി. എന്നാലിത് ഉണ്ടാക്കാൻ അത്യാവശ്യം പ്രയാസമാണ്, സമയമെടുക്കും. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ഉണ്ടാക്കാൻ കുറേ കൂടി എളുപ്പവും ടേസ്റ്റിയും കുറേ നേരം കൂടി സോഫ്റ്റായിട്ടും ഇരിക്കുന്ന ഒരു പത്തിരിയാണ്. എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താ അല്ലേ? പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ്. വറുത്തത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അരിപ്പത്തിരിയുടെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, അത് എൻ്റെ ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നോക്കിയാൽ മതി കേട്ടോ. ഈ പത്തിരി കുഴയ്ക്കാനായിട്ട് ഓരോ കപ്പ് പൊടിക്കും 1.25 കപ്പ് വെള്ളം എന്ന അനുപാതത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 2 കപ്പ് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ 2.5 കപ്പ് വെള്ളം മൊത്തം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലാവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് തിളയ്ക്കുന്നവരെ അടച്ചു വെക്കുക. ഇനി അരിപ്പത്തിരിക്ക് ചെയ്യാത്ത വേറൊരു സ്റ്റെപ്പാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് മാത്രമേ ഉള്ളൂ അരിപ്പത്തിരിനേക്കാൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്റ്റെപ്സും അരിപ്പത്തിരി ഉണ്ടാക്കുന്നതിനേക്കാൾ ഈസിയാണ് ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ. അതായത് മിക്സിയുടെ ചെറിയ ജാറിൽ ഞാൻ ഈ റവയൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയിൽ ഏകദേശം 1 മിനിറ്റോളം പൊടിച്ചാൽ മതിയാവും. അതായത് ഈ ഒരു പരുവം കിട്ടണം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ പൊടി ഇട്ട് കൊടുത്തിട്ട് തീ നല്ലപോലെ കുറയ്ക്കുക. ഇനി ഇതൊരു കട്ടിയുള്ള തവിയുടെ പിടി കൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് ഇളക്കുമ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണേ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു പരുവം കിട്ടും. തീ ഓഫ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. എനിക്കിവിടെ കിച്ചൺ മെഷീൻ ഉള്ളത് കൊണ്ട് ഞാൻ അതിലാണ് മാവ് കുഴയ്ക്കുന്നത്. പക്ഷേ ഇത് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അരിപ്പത്തിരിയുടെയും ചപ്പാത്തിയുടെയൊക്കെ മാവ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത് കുഴച്ചെടുക്കുന്നതാണ് കുറേ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കൈകൊണ്ട് ചെയ്യുമ്പോൾ. പിന്നെ ഈ കിച്ചൺ മെഷീനെ പറ്റി ഒരുപാട് പേര് റിവ്യൂ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് ഉടനെ ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ലപോലെ അയഞ്ഞു വന്നിട്ടുണ്ട്. റവ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ആയിക്കോളും. നമ്മൾ ഒരുപാട് നേരം അയക്കേണ്ട ആവശ്യമില്ല, അരിപ്പത്തിരിക്ക് ചെയ്യുന്ന പോലെ. നമുക്കിനി ഇത് മെഷീനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു 1-2 മിനിറ്റ് കൂടി കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ മാവിനെ പകുതിയാക്കിയിട്ട് ഒരു ഭാഗം നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം ഉരുളകളാക്കി പരത്തിയ ശേഷം മറ്റേ ഭാഗം നമുക്കെടുക്കാം. നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയ ശേഷം ഞാനിവിടെ ചപ്പാത്തി പ്രസ്സിലാണ് പ്രസ് ചെയ്തെടുക്കുന്നത്. പ്രസ് ചെയ്ത ശേഷം 2 വശവും അരിപ്പൊടിയിലൊന്നിട്ടെടുക്കണം. അരിപ്പൊടിയിലിട്ട ശേഷം അധികമുള്ള പൊടി പോകുന്നതിനായിട്ട് ഇതുപോലൊന്ന് കുടഞ്ഞെടുക്കണം. ഈ പത്തിരി വേണമെങ്കിൽ കുറച്ചും കൂടെ തിന്നായിട്ട് കിട്ടുന്നതിന് കുറച്ച് പൊടിയിട്ട് നമുക്കിങ്ങനെ പരത്തി എടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ കൂടുതലും പ്രസ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇത് ചുടാനായിട്ട് ഒരു ഇരുമ്പ് ദോശക്കല്ല് മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ പത്തിരി വളരെ പെട്ടെന്ന് വെന്ത് വരും. 2-3 പ്രാവശ്യം മറിച്ചിട്ടാൽ മതി, 5-10 സെക്കൻഡ് കൂടുമ്പോൾ. എല്ലാ പത്തിരിയും നന്നായിട്ട് പൊങ്ങി വരും. അത് കാണുമ്പോഴാണ് ഒരു സന്തോഷം.
പിന്നെ ഈ പത്തിരി ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് പാൻ ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഈ അരിപ്പൊടി പാനിൽ കരിഞ്ഞ് പിടിക്കും, പിന്നെ നമ്മുടെ പത്തിരിയും കരിയാൻ തുടങ്ങും. ഓരോ പത്തിരിയും ചുട്ട ശേഷം ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തോ വലിയ കട്ടിംഗ് ബോർഡിൻ്റെ പുറത്തോ നിരത്തിയിടും തണുക്കാൻ വേണ്ടിയിട്ട്. തണുത്ത ശേഷമാണ് ഞാനത് അടുക്കി കാസറോളിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പത്തിരി കുറേ നേരം കൂടി സോഫ്റ്റായിട്ടിരിക്കും. ഹസ്ബൻഡിൻ്റെ നാട്ടിൽ പത്തിരി തേങ്ങാപ്പാലിൽ കുതിർത്തിയിട്ട് ബീഫ് റോസ്റ്റോ മട്ടൻ കറിയോ അങ്ങനെ ഏതെങ്കിലും ഒരു കറിയായിട്ടാണ് കഴിക്കാറ്. കുറച്ചും കൂടെ ഒന്ന് റിച്ച് ആക്കണമെങ്കിൽ ഈ തേങ്ങാപ്പാലിൽ കൊച്ചുള്ളി ഒന്ന് നെയ്യിൽ താളിച്ച് ചേർക്കാം. പക്ഷേ ഇവിടെ ഞാൻ തേങ്ങാപ്പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ, പിന്നെ മട്ടൻ കുറുമയും. സോ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ, ഇനിയുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട്.